തത്തമ്മി മുക്കിയ ഷട്ടിൽ തൂറാമ്പ. ഈ രവീന്ദ്രനൊക്കെ ഒരു കാര്യം, എന്തോരം ചിന്താശകലങ്ങളാണല്ലേ പുള്ളിയുടെ ഉള്ളിൽ. എന്താണ് അവിടെ അച്ചുവേ, എന്തോ പറ്റി? പതിവില്ലാതൊരു ചിന്താമകൂടം. എന്തോ ആടേ, വല്ല തത്തേനെ നോക്കിയിരിക്കുവാണ്. എടാ വട്ടോളി, ഈ കൊടുത്താ കൊല്ലത്തും പണി കിട്ടുമെന്ന് പറഞ്ഞാൽ നേരല്ലേ? ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എന്തേ? നമ്മുടെ ആ ജിംബ്രൂട്ടെന്ന് വിളിക്കുന്ന പയ്യനില്ലേ, അവനെ ഇന്നവൻ്റെ കൂട്ടുകാർ ആ ദേവിക എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് നിക്കറേം പുള്ളിന്ന് വിളിച്ച്. അതിന് അല്ല, അവൻ അതും പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേ, നീയൊക്കെ കുട്ടിയല്ലേ, ഇതൊക്കെ ഈ പ്രായത്തിലുണ്ടാവും, പിന്നെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മറന്നോളും. കുഞ്ഞിലത്തെ ഓർമ്മകൾ വലുതാകുമ്പോൾ ഓർത്തിരിക്കാനുള്ള സംഭവങ്ങളാണ്. ശരിയാടാ, ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഈ പോയ കുട്ടിക്കാലം. മനുഷ്യനുള്ളിടത്തോളം കാലം അവൻ്റെ ഓർമ്മകളും മരിക്കില്ല. ഇനി ഓർമ്മകളുള്ളിടത്തോളം കാലമാണെങ്കിലോ അവൻ്റെ കുട്ടിത്വം പോവില്ല. എല്ലാവരിലും ഉണ്ട് കുട്ടിത്വം. ശരിയാ. അല്ല എന്നിട്ടെന്താ? അവൻ എന്നോട് ചോദിച്ചു, എന്ത്? ചേട്ടൻ വളയ്ക്കാൻ നടക്കുന്ന പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നിക്കറേം പുള്ളിന്ന് വിളിച്ച ചേട്ടൻ പിന്നെ ഓർത്ത് ചിരിക്കാമെന്നും പറഞ്ഞ് മിണ്ടാതെ പോവുമെന്ന്. അതില്ല. അപ്പൊ നീ ഒന്ന് സ്തംഭിച്ച് കോരിത്തരിച്ചല്ലേ? തന്നെടേ, ഇവന്മാർ ഇമ്മാതിരി ഡയലോഗ് പറയാമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതാണല്ലേ നീ ഇത്രയും നേരം ചിന്തിച്ചുടലിച്ചത്? എന്തോന്ന് ഉടലിച്ചത് എന്ന് വെച്ചാ? എടാ, നമ്മുടെ ഈ ഉഴയില്ലേ, ഉഴ, അതെന്തോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. നീ ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി. അറിയാൻ മേലെങ്കിൽ പറയടേ. പോടാ. ഓ, ഇത്രയും പറഞ്ഞതിനാണല്ലോ ഒരുമാതിരി നത്തിരിക്കണ പോലെ ചിന്തിച്ചോണ്ടിരുന്നത്. ഞാനതൊന്നും അല്ല ഓർത്തത്. പിന്നെ ആ പയ്യനെങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. 1997 ഞാൻ ഏതാണ്ട് മൂന്നാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായം. ഒരുത്തനിട്ടൊരു പണി കൊടുത്തത്. 1997 എന്ത് പണി? വലിയ ആനക്കാരിയൊന്നുമല്ല. എങ്കിൽ നീ പറയണ്ട. ഞാൻ പറയും, നീ പോടാ വേണ്ടി. ആഹാ, നീ പോടാ ചാവലിപ്പട്ടി. ഏയ് 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 എന്നിട്ട് 1997 ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അനിയത്തി പ്രാവ് ഇറങ്ങിയ ടൈം. ഞാനും അപ്പവും അമ്മവും ഞങ്ങൾ 3 പേരൊരു കൂട്ടാണ്. ഞാനും അപ്പവും അവളോട് കൂട്ടുവിടാൻ എപ്പോഴും വഴക്കാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂള് വിട്ടു വരുമ്പോ, സ്കൂളാ നീ കേൾക്കണണ്ട? വരുമ്പോ നിനക്കൊരു ഗാനം, പ്രിയേ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകി, നിറമീ ഹിമകണമായി അലിയുകയാണീ വിരഹം. നീ പോടാ വവ്വാലിനുണ്ടായവനെ. നീ പോടാ, തരാടാ. ഇവളോട് ഞാൻ മിണ്ടും. പോടാ, ഇവളോട് ഞാനേ മിണ്ടുള്ളൂ. സൂത്രം കെട്ടിത്തരാട്ടോ. സൂത്രോ? ഇതെന്താ? ഇങ്ങനെ നോക്കിയാ മതി. ഇതെന്തു സാധനമാണ്?
ഹായ്, ഇത് കൊള്ളാലോ. ഇതെനിക്ക് തരുമോ? അയ്യടാ, ഞാൻ തരത്തില്ല. ഇത് കൊള്ളാലോ. ഇത് എവിടുന്നാ? ഇതെനിക്ക് ചേട്ടൻ ഉണ്ടാക്കി തന്നാ. ഇതെനിക്ക് തരാവോ പ്ലീസ്? ഞാൻ തരത്തില്ല. നിനക്ക് ചേട്ടനോട് പറഞ്ഞ ഇത് ഇനിയും ഉണ്ടാക്കി തരത്തില്ലേ പ്ലീസ്? അയ്യടാ, എന്റെ ചേട്ടൻ അപ്പൊ ഉണ്ടാക്കി തരുന്ന, നീ പോയി. ഓടി കുശുംബി. എന്താ വൃത്തിയിട്ടാണ്. നീ എന്തിനാ എന്നെ നോക്കണേ? നീയല്ലേ? നീ പോടാ. നീ പോടാ. പോടാ. നീ ഓ പണിപ്പാളി. അയ്യോ, ഒരു താഴെ പോയി പണി കിട്ടി. നീ പോടാ. പോടാ. നീല് നീ പോടാ. നീയല്ലേ തല കഴിഞ്ഞ്? ഞാനാണോ? നീ പോടാ. നീ പോടാ. നീയല്ലേ തല കഴിഞ്ഞ്? പോടാ. പോടാ. നീ പോടാ. അയ്യോ അയ്യോ ആ വാ എടാ, എഴുന്നേക്കണോ? എന്റെ കൈ പിടിക്ക്. നീ പോ. ഞാൻ പിടിച്ചോളാം. ഞാൻ കയറ്റിക്കോളാം. അയ്യോ, പോയോ? അതെ പോയി. നിനക്കിട്ടുള്ള പണി നാളെ തരാടാ വേട്ടാളിയാ. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. എന്നിട്ട് പിറ്റേന്ന് സ്കൂൾ കഴിഞ്ഞപ്പോൾ സ്കൂൾ കഴിഞ്ഞപ്പോ ചേട്ടാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫ്രഷ് ആയിട്ട് കറന്നെടുക്കണ പശുവിന്റെ പാൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടും? ഇവന്മാരുന്നല്ല പരിചയമുണ്ടല്ലോ. നേരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ചേട്ടാ, പശുവിന്റെ പേരിൽ ഉദ്ദേശിച്ചേ അതവിടെ കിട്ടും. നിനക്ക് ഞാൻ കാണാൻ തരടാ. പാടാ. അയ്യോ സഹോ, വിട്ടോ 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 സഹോ, വേഗം വിടറോ. വട്ടോളി കഥ പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പാല്. കണ്ടിട്ട് മ്ലേച്ഛന്മാരാണെന്ന് തോന്നുന്നു. ആരാടാ അത്? ആരെങ്കിലും ആവട്ടെ, നീ ബാക്കി കേൾക്കണുണ്ടോ? പറ കേൾക്കാൻ ജിജ്ഞാസയാവുന്നു. അങ്ങനെ വഴക്ക് മാറ്റാനും അവൻ്റെ ഒരു പണി കൊടുക്കാനും അടുത്ത ദിവസം. നാലാം ക്ലാസ്സിലെ അന്നത്തെ സ്ലേറ്റ് കൊണ്ടാ നടപ്പ്. നാണമില്ലാത്ത. ഇതെന്റെ അപ്പാപ്പൻ അമേരിക്കയിലെ ബോംബെന്ന് കൊന്നോളത്ത്. എന്തോ എഴുതുന്നുണ്ടല്ലോ. കരളും വേണം, മണ്ണു വേണം, പെണ്ണു വേണം, പണം വേണം, പുരുഷനും പെണ്ണിനു കണ്ണു വേണം, കരളും വേണം.
എടാ ഡിങ്ക ഇത് കണ്ട ഇത് കൊള്ളാം ആടിനെ പോലെ ഉണ്ട് നീ പോടാ എന്താ എഴുതുന്നു ഇങ്ങോട്ട് പോകും ഇത് പറ്റിയോ സാർ കൊള്ളാം ഇപ്പൊ പണി തരാം ശരിയാക്കി തരാം കെട്ടും പൊട്ടുങ്ങളല്ലേ അമ്മു ഒന്ന് നിന്നേ എന്റെ അപ്പനല്ല നിന്റെ അപ്പനാണ് നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് എങ്ങനെയുണ്ട് കൊള്ളാവോ വേണോ നീ എടുത്തോ ഇതെവിടെന്നാ? ഇതെന്റെ അമ്മാവനെ അമേരിക്കയിലെ ബോംബെന്ന് കൊണ്ടുവന്നാ. അല്ലേലും ഈ ജീവിതം ജീവിതം എന്ന് പറഞ്ഞ് ഈ സാധനം പോലെ. ഏത് സാധനം? സിഗരറ്റാടാ. തീ കൊടുത്താ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ഇത് ചാരോ. ഇത് വലിച്ച നമ്മളും ചാരോ. അതുപോലെ ഈ പണി. ചെറിയൊരു കാര്യം മതി, എല്ലാം കൈവിട്ടു. നിന്റെ ഒരു സിഗ് തന്നെയല്ലേ, വേറൊന്നും അല്ലല്ലേ? പോടാ, ഞാൻ അത് വലിച്ചൊന്നുമില്ല. ചേട്ടാ ഈ നിനക്ക് എന്നാ? നീ കുറെ നേരമല്ല. നിനക്ക് എന്നാ എന്നാ വേണ്ട? എന്നാ എന്നാ എന്നാടാ എന്നാ? ഫ്രഷ് ആയിട്ട് കിടന്നിട്ട് പാല് മേടിക്കാൻ. ചാണെന്നിട്ട് നിനക്ക് ഞാൻ തരടാ, വാടാ. പോടോ പോടോ. ഇത് മറ്റവനോ, അവന്റെ വയറിളക്കം ഇതുവരെ മാറിയിട്ടില്ല. ഒരു ദിവസം കിട്ടും. പിന്നെ അല്ലേലും ഈ ബാല്യകാലത്തെ ചിരകാല സ്മരണകൾ പിന്നീട് ഓർക്കുമ്പോ എന്തൊരു മാസ്മരികതയല്ലേ. മാസ്ക് പരുതിയോ? കഴിഞ്ഞുപോയ കുട്ടിക്കാലവും കളിയും കുസൃതിയും വഴക്കും വെറുപ്പും പാടവരമ്പത്തെ തോട്ടിൽ ചാടാൻ പോണത്, സാറിനെ കാണുമ്പോ കാല് വിറയ്ക്കണത്, ഇതൊക്കെ ഒന്നുകൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിന്ന് കൊതിക്കണം. കുട്ടിത്തം മരിക്കാത്ത എത്ര മനുഷ്യഹൃദയങ്ങളുണ്ടാവും, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായി, അല്ലേ?
കേൾക്കാനൊക്കെ രസമുണ്ട്. വെളുപ്പിന് കുറഞ്ഞ മഞ്ഞും കൊണ്ട് സ്കൂൾ ബാഗും തൂക്കി പാടവരമ്പത്തോടെ അസംബ്ലിക്ക് മുമ്പ് ക്ലാസ്സിലെത്താൻ പോണതും, ക്ലാസ്സിലെ കൂട്ടുകാരുടെ കൂടെയുള്ള ദിനങ്ങളും, ഓണക്കാലത്തെ പൂക്കളും, മഴയത്ത് ചേപ്പിൽ നോക്കി നിൽക്കുന്നതും, ഇപ്പോഴത്തെ പോലെ വണ്ടികളും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഇടവഴികളും മാക്കാൻ തവടകളുടെ ഒച്ചയും. ശരിക്കും പറഞ്ഞ നമ്മുടെ നാടൊരു സ്വർഗം തന്നെയായിരുന്നല്ലേടാ. ഓ, ഹൗ ബ്യൂട്ടിഫുൾ അല്ലടാ. പക്ഷെ ഇതൊക്കെ ഒരു 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതാ ഇപ്പില്ലേ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പണിയില്ലേ, ആ ഇതേ പണി ഈ 2014 അപ്പോ എനിക്കിടെ അതേപടി തിരിച്ചു തന്നടാ. ഓഹോ, അപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിലും കുശുമ്പി നിനക്ക് 8ന്റെ പണി തന്നിട്ട് അങ്ങ് പോയല്ലേ? ആട്ടെ, എന്താ ഇപ്പൊ കിട്ടിയ പണി? അതേ, അത് ഞാൻ പിന്നെ പറയാം.